ഹായ് നമസ്കാരം, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് ശർക്കര ഇട്ടൊരു പേട തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 1/4 കപ്പ് ഓട്സ് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പശുവിൻ പാലൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത്രയും ശർക്കര നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് അല്പം നെയ്യും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ മാവ് ഈ പരുവാകുമ്പോൾ ഒരു ഉരുട്ടാവുന്ന പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഓട്സും ഈ മാവും കൂടെ ഇട്ട് നമുക്ക് പേട തയ്യാറാക്കിയെടുക്കാം. ഞാൻ ബദാം എടുത്തിരിക്കുന്നത് ഈ പേട തയ്യാറാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ.